ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മീരെണ്ണ ഗുളികയെ കുറിച്ചാണ്. അപ്പൊ മീരെണ്ണ ഗുളിക നമ്മളുടെ ഇടയിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടാകും അല്ലെ? പ്രായഭേദമന്യേ എല്ലാ ആളുകളും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിന് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ? നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ? ആരൊക്കെയാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തത്? അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കണം. അപ്പൊ അത്തരം ചില കാര്യങ്ങൾ, അതുപോലെ ഇതിന്റെ ഗുണങ്ങൾ, അതുപോലെ ഇത് ഉപയോഗിക്കാതെ തന്നെ ഭക്ഷണത്തിൽ നിന്ന് നമുക്കിത് ലഭ്യമാണോ, ആണെങ്കിൽ അത് ഏതൊക്കെ ഫുഡുകളാണ്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പൂർണ്ണമായിട്ട് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു മീനെണ്ണ ഗുളികയിൽ അടങ്ങിയിരിക്കുന്നത് കോഡ് ലിവർ കണ്ടന്റ് ആണ്. അതായത് ഒരു പ്രത്യേകതരം ഫിഷിന്റെ ഒരു കോഡ് ലിവർ ആയിട്ടുള്ള ആ ഒരു കണ്ടന്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഒരു സപ്ലിമെന്റിൽ അടങ്ങിയിരിക്കുന്ന omega-3 ഫാറ്റി ആസിഡ് ആണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. അതൊരു എസെൻഷ്യൽ ഫാറ്റി ആസിഡിൽ പെട്ടതാണ് ഈ ഒരു omega-3 ഫാറ്റി ആസിഡ്. അത് നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങൾ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇതിന് ചില പ്രത്യേക ദൂഷ്യവശങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തന്നെ നമുക്ക് ആ ഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം ദൂഷ്യവശങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വെജിറ്റേറിയൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ വെജിറ്റേറിയൻസ് പൊതുവെ ഫിഷ് കഴിക്കാറില്ല അല്ലെ? അപ്പൊ ഫിഷ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഇത് കിട്ടാനുള്ള ഒരു അവൈലബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഫിഷിലാണ് ഇത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഫിഷ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫിഷിലാണ്? അയില, മത്തി, ട്യൂണ ഫിഷ്, ഇതിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞണ്ട്, ചെമ്മീൻ, ഷെൽ ഫിഷസ് ഉണ്ടല്ലോ, അത്തരം കല്ലുമ്മക്കായ, കക്ക, അത്തരം സംഭവങ്ങളിലൊക്കെയും കൂടി ഇത് അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില സീഡ്സുകള്, അതുപോലെ നട്ട്സുകള്, അതുപോലെ തന്നെ നാടൻ മുട്ട പോലെ ചില ഫ്രൂട്ട്സ്, അവക്കാഡോ പോലത്തെ ഫ്രൂട്ട്സുകളിൽ, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി സംഭവങ്ങളിൽ നമുക്കിത് കാണാം. വെജിറ്റബിൾ ഓയിൽസിലൊക്കെ നമുക്ക് ഈ ഒരു omega-3 ഫാറ്റി ആസിഡ് കാണാം. പക്ഷെ ആക്ച്വലി അതൊരു omega-3 അല്ല കാണുന്നത്, omega-6 ആണ് കൂടുതലായിട്ട് അതിൽ വരുന്നത്. omega-6 ആണ് ആ ഫുഡിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്, ഹാർട്ട് ഡിസീസ് ഒക്കെ വരാതെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ omega-3 ഫാറ്റി ആസിഡ് ഈ ഒരു മീനെണ്ണ ഗുളിക എടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വരാതിരിക്കാനും, അറ്റാക്ക് വരാതിരിക്കാനും, കൊളസ്ട്രോൾ കൂടാതിരിക്കാനും, ഹൈ BP നിയന്ത്രിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തി, അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഓർമ്മശക്തി കുറവാണെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് മീനെണ്ണ ഗുളിക വളരെ നല്ലതാണ്. മറവി രോഗങ്ങളുള്ള ആളുകൾ, ഡിമെൻഷ്യ പോലത്തെ രോഗങ്ങളുള്ളവർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. എല്ലാവർക്കും കഴിക്കാം. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മളിത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കാരണം ഇതിന്റെ ഡോസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള ഡോസിലല്ല കഴിക്കുന്നതെങ്കിൽ നമുക്ക് മറ്റു പല പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ആർത്തവത്തില് കൂടുതൽ ഹെവി ബ്ലീഡിങ് വരുന്നവരുണ്ട്. ചിലർക്ക് ഹൃദ്രോഗത്തിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ ചില ആന്റി കൊയാഗുലന്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ, ആസ്പിരിൻ പോലത്തെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാര് ഈ മീനെണ്ണ ഗുളികയും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ബ്ലീഡിങ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഹൃദ്രോഗത്തിനുള്ള ഗുളിക കഴിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും ഇത് കഴിക്കാനായിട്ട് പാടില്ല. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേക തരം സ്മെല്ലാണുള്ളത്. ഒരു മീനെണ്ണ ഗുളിക എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതിന് മീനിന്റെ ഒരു സ്മെല്ല് കിട്ടും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് മീനിന്റെ സ്മെല്ലായിരിക്കും വരിക. അത് ചില ആളുകൾക്ക് ഓക്കാനം, ഛർദി, അതുപോലെ തന്നെ വയറിന് ബുദ്ധിമുട്ട്, ദഹന പ്രശ്നങ്ങൾ ഒക്കെ ചില ആളുകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊണ്ട് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ മീനെണ്ണ ഗുളിക വളരെ നല്ലതാണ്. പക്ഷെ ഉപയോഗിക്കാൻ പാടില്ലാത്തവര് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നാളെ കാണാം. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ബൈ.